ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ സേനയിലാധിപൻ. ആയവനേവനിലും ആദിതൻ. ഒരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. അവർ നിന്നെ നിത്യം സ്തുതിക്കും. അവർ നിന്നെ സേനയിലാധിപൻ ദേവനിലതിയാൽ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ ദേവനിലതിയായ ആയവനേവനിലും ഭവിക്കുകയില്ലെന്നും ജീവിതമുള്ളോർ മനസ്സുകളിൽ ജീവിതമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരി തിരുവഴികൾ സിയോൻ നഗരി തിരുവഴികൾ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ കണ്ണുനീർ താഴ്വരയതു വഴിയായ ജ്ഞാനം ചെയ്യുമ്പോ മാറും ജലാശയമായി. കണ്ണുനീർ താഴ്വരയതു വഴിയായ ജ്ഞാനം ചെയ്യുമ്പോ മാറും ജലാശയമായി. ഉന്മഴ അനുഗ്രഹപൂർണമാകും. ഉന്മഴ അനുഗ്രഹപൂർണമാകും. പ്രാപിക്കും ബലം അവർ ബലത്തിനുമേ. ചെന്നെത്തുമേ വരും സിയോനിൽ. ചെന്നെത്തുമേ വരും സിയോനിൽ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ യാഹിൻ വാസമെന്നധികാമ്യം. യാഹിൻ വാസമെന്നധികാമ്യം. വന്ദിക്കുമെന്നുള്ളം ഘോഷിക്കുമെൻ ഹൃദയം ജഡവും. ഘോഷിക്കുമെൻ ഹൃദയം ജഡവും. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും ആദിതൻ കുരികിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി. ഒരു വീടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും നീവൽ
ആശമറിയിക്കുകയില്ല. ജീവിതമുള്ളോർ മനസ്സുകളിൽ ജീവിതമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിയിൽ പെരുവഴികൾ, സിയോൻ നഗരിയിൽ പെരുവഴികൾ. ഓ സേനയിലധിപൻ ദേവനിലും അധിപൻ, സേനയിലധിപൻ കണ്ണുനീർ താഴ്വരെ അതുവഴിയായ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി. കണ്ണുനീർ താഴ്വരെ അതുവഴിയായ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി. ഉന്മഴയനുഗ്രഹപൂർണമതും ഉന്മഴയനുഗ്രഹപൂർണമതും പ്രാപിക്കും ബലമക ജലത്തിനുമേൽ. ജന്നത്തുമേ വരും സിയോനിൽ, സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമവനുണ്ടോ. ആയവനേവനിലും അധിപൻ, സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമവനുണ്ടോ. ആയവനേവനിലും അധിപൻ, സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമവനുണ്ടോ. Oh, Jesus' name. Hallelujah. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഇന്ന് പകൽ വിശുദ്ധ സഭാരാധനയായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, അവന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് മഹത്വം കരേറ്റാം. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മെ അവിടെ ഇവിടെയായി കർത്താവ് പരിപാലിച്ചു. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നു. കർത്താവിൻ്റെ എല്ലാവിധമായ സാന്നിധ്യവും നമ്മുടെ മേൽ കർത്താവ് പകർന്ന് ഇതുവരെ കർത്താവ് കൊണ്ടുവന്ന എല്ലാ വിശ്വസ്തതകൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹാലി, നമുക്ക് ആവശ്യമായത് ദൈവം നൽകി തന്നല്ലോ. നമുക്ക് ആവശ്യമായതെല്ലാം, നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായത്, നമ്മുടെ ഭവനങ്ങൾക്ക് ആവശ്യമായത് ദൈവം നൽകി തന്ന് നമ്മെ ഇതുവരെ കർത്താവ് കൊണ്ടുവന്നല്ലോ. അവൻ്റെ വിശ്വസ്തതകൾക്കായി ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ എല്ലാ കരുതലുകൾക്കായും സ്തോത്രം ചെയ്യാം. ഇതുവരെ കൊണ്ടുവന്ന അങ്ങയുടെ കർത്താവിൻ്റെ എല്ലാ ആ മഹത്വമേറിയ കർത്താവിൻ്റെ മഹത്വമുള്ള ഭുജത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പകലത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, നല്ല പാട്ടുകൾ, പ്രാർത്ഥനകൾ പിന്നെയും തരുവാൻ, നല്ല സങ്കീർത്തനങ്ങൾ, സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, വചനങ്ങൾ തരുവാൻ, ഇന്ന് പകൽ നടക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഏറ്റവും ഭംഗിയായി തീരുവാൻ, നാം നാളിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി ഇനി കടന്നു വരുവാനുള്ളവരെ വേഗത്തിൽ കൂട്ടിവരുത്തേണ്ടതിനായി നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി അമ്മമാരുടെയും സഹോദരിമാരുടെയും ഭാഗത്ത് നിന്ന് പ്രിയ ഷീജ ടെനിസൻ ആന്റിയും അതുപോലെ തന്നെ അലിസുത്ര സുശീല തങ്കജനാന്റിയും പ്രാർത്ഥിക്കും. പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഭാഗത്ത് നിന്ന് പ്രിയ ജെയിംസ് ജാനും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും.
വിശുദ്ധ സഭാരാധനായ കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ ഒരു സാവകാശം കൂടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളെ മറ്റു ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. കാലം കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശുദ്ധീകരണം കൂടാതെ ആരും പിതാവിനെ കാണുകയില്ലല്ലോ ഹല്ലേലൂയ. കർത്താവേ ദിവസങ്ങൾ കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് കർത്താവേ ഞങ്ങൾ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. കർത്താവെ കടന്നു വരേണ്ടവരൊക്കെ വേഗത്തിൽ കടന്നു വരാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിമതിയായിരിക്കുന്നവരൊക്കെ എന്റെ കർത്താവ് സൂക്ഷിക്കുമാറാകണമേ. രോഗത്താൽ പ്രയാസത്തിലായിരിക്കുന്നവരൊക്കെ എന്റെ കർത്താവ് സൗഖ്യമാക്കി കലാരാധന കടന്നു വരാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ആരാധനയുടെ ആദ്യോടുന്ന കർത്താവിന് വലിയ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. കാലവിടുന്ന സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അനേക ജീവിതങ്ങൾ സഭയിൽ കടന്നു വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ദിവസം പുതുതായി കടന്നു വരുന്ന ജീവിതങ്ങളൊക്കെ വചനത്തിലൊക്കെ നിലനിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസന്മാരെയൊക്കെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ശുശ്രൂഷകളൊക്കെ മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലം ഞങ്ങൾക്ക് ആവശ്യമായ ആലോചന ഔഷധന്മാർ കൂടെ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഔഷധ കേട് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്ര രോഗത്താൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന മധ്യ വലിയ വിടുതൽ നടക്കോ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൂരങ്ങളായിരിക്കുന്നവരൊക്കെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് അവരെ പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്ര കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തി വീണ്ടും കാണാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ കർത്താവേ കർത്താവേ ഹല്ലേലൂയ. ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ. കർത്താവേ സഭാരാധനയ്ക്ക് ശേഷം നടക്കുന്ന കർത്താവേ ഫെലോഷിപ്പിന്റെ സൺഡേ സ്കൂളിന്റെയും കർത്താവ് യൂത്ത്സിന്റെ ആനിവേഴ്സറി ഏറ്റവും അനുഗ്രഹമായി നടക്കുന്ന സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ദേശത്ത് വലിയ വിടുതൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ സഭയോടുള്ള വായ്ത്തങ്ങൾക്കായി സ്തോത്ര ജനത്തോടുള്ള വായ്ത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദിവസങ്ങളൊക്കെ നിറവേറി കാണുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദിവസങ്ങൾ ദൈവസന്നിധി കാത്തിരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിനയം ഞങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യരും പരമാർത്ഥികളുമേ കർത്താവിനെ സേവിപ്പാൻ ഞങ്ങൾ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യമുള്ളവരായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ തലമുറകളൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. യേശുവിന്റെ രക്തം കൊണ്ട് എവരെയും പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമ്പാട് നടക്കുന്ന എല്ലാ വിശുദ്ധ സഭാരാധനകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിനെ സ്വസ്ഥതയും സമാധാനം കൽപ്പിക്കണമേ. രാജ്യത്തെ വെടിവെക്കുമാറാകണമേ. ലോകരാഷ്ട്രീയ സമാധാനത്തെ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളോട് ആരാധനയോടൊപ്പം തന്നെ കർത്തമറ്റ് എല്ലാ ഭൂലോകത്തിന്റെ എമ്പാട് നടക്കുന്ന എല്ലാ സഭാരാധനകളെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ ആദ്യോടുന്ന കർത്താവിന്റെ വലിയ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന സ്തോത്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നല്ല പാൽക്കാത്തിന് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. സഹായകമായ കർത്താവേ അങ്ങയുടെ മാതൃപടത്തിലായിരിക്കാൻ സുഖം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്ന കർത്താവ്. അടികളുടെ കുറ്റങ്ങളും കറുവശങ്ങളും വിലകുന്നെന്ന് ഓർക്കല്ലത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ. കർത്താവേ കാലം കർത്താവേ കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെയും എൻ്റെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ. കടന്നു വരാത്തവരെ എൻ്റെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ. നാഥനെ എല്ലാവരും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുമാറ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നടക്കുന്ന പാട്ട് പ്രാർത്ഥന സാക്ഷ്യം എല്ലാം കർത്താവേ ദൈവമേ ദൈവനാമ മൊത്തത്തിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. സംസാരിപ്പകത്തിരാസന്മാരെ ബലപ്പെടുത്തിക്കൊള്ളാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികൾ സൗഖ്യമാക്കണം. പിന്മാറ്റക്കാർ മടങ്ങി വരണം കർത്താവേ. സഭയായ കുടുംബങ്ങളായ വ്യക്തികളായ എല്ലാം എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ദൈവമേ. രോഗികളായി കർത്താവേ ഭാരപ്പെടുന്ന എല്ലാ ദൈവമക്കൾക്ക് പരിപൂർണമായ വിടുതലും ആശ്വാസം കൽപ്പിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആരും കർത്താവ് അതിനാൽ ഭാരപ്പെട്ടു വന്ന കണം ദൈവം അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളുമായി കടന്ന കർത്താവ് എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവം വിടുവിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. നാഥനെ വെറും പാത്രമായി കർത്താവെ കടന്നില്ല നിറഞ്ഞ പാത്രമാക്കി മടക്കി അയക്കുമാറെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സഭയായ കർത്താവ് ശുഭയാത്ര കൽപ്പിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ദൈവമേ സഭയിൽ പുതിയ ആത്മാക്കൾ ദിവസങ്ങളിൽ കർത്താവെ കടന്നു ദൈവം സഹായിക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാ കുടുംബങ്ങളിലും ദൈവ സമാധാനം സന്തോഷം കൽപ്പിക്കണം പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കുടുംബങ്ങളും ശത്രു ജയമെടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളും കർത്താവേ അവിടുത്തെ നിയമരക്തം കൊണ്ടങ്ങ് മുത്തിയിട്ട് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സഭ നിൽക്കുന്ന രണ്ട് കർത്താവേ ദേവസ്വം രണ്ട് ദേവസ്വം കുടുംബങ്ങളെ പിന്നെ കൃപ തരും കർത്താവേ. 3 വർഷക്കാലവും സഭയെ നയിക്കുവാനുള്ള കൃപ ദൈവം അടന്ന് കൊടുക്കണം. ആരോഗ്യവും ആയുസ്സും ആരോഗ്യം ബലം കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവനാളുകൾ കർത്താവേ ഒരു ജയത്തോടെ കുടുംബമായി നടത്തിക്കൊള്ളുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ദേവേ ഹല്ലേലൂയ. സഭ നടക്കുന്നതായ കർത്താവേ ഹല്ലേലൂയ. ദേവേ ഹല്ലേലൂയ. സഭ നടക്കുന്ന അനുസരിച്ച് യൂസിന്റെയും സനസ്കൂളിന്റെയും കർത്താവേ ിന്റെ എല്ലാ കർത്താവ് പ്രോഗ്രാമുകളും ഭംഗി നടക്കാൻ തക്കണം ദൈവം അവിടുന്ന് സഹായിക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്ന പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം മാനമഹത്വം കൊടുക്കുന്ന എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹസമ്പൂർണനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായ നന്ദിയോടെ സ്തോത്ര കർത്താവേ. വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവർക്ക് വലിയൊരു സാവകാശത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൊന്നുനാഥ, കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവേ ഞങ്ങളായിരുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ഒരാളെല്ലാ ആപത്തുള്ള അർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചു. കൺമണി പോലെ ഞങ്ങളെ സൂക്ഷിച്ച് അങ്ങേ ആരാധിപ്പാൻ വീണ്ടും ഞങ്ങളെ കൂട്ടിച്ചേർത്ത മഹാദേവിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൊന്നു കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാനും പാടുവാനും ആരാധിക്കുവാനും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. പൊന്നു കർത്താവേ, അപജാസ്തോത്രം കർത്താവേ, നല്ല പാട്ടുകൾ, നല്ല ആരാധന, നല്ല സങ്കീർത്തനം ഒക്കെ ഇന്ന് ഞങ്ങളുടെ മേൽ ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സങ്കീർത്തന ശുശ്രൂഷ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ കർത്താവേ സഭയിൽ മുഴങ്ങുവാൻ സ്വർഗമിടിയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പൊന്നുനാഥ, നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നു കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പൊന്നുനാഥ, തിരുവചന ശുശ്രൂഷ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നും മറച്ചു വയ്ക്കാതെ കർത്താവേ ഞങ്ങൾക്ക് പ്രയോജനമുള്ളതെല്ലാം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന ജനത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വന്നതുപോലെ അല്ല പച്ച അനുഗ്രഹം പ്രാപിച്ച് തന്നെ മടങ്ങിപ്പോകുവാൻ സ്വർഗമിടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായി ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവേ, മറ്റു പ്രയാസത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ എല്ലാവർക്കും വേണ്ടുന്ന ഹല്ല് കർത്താവേ, നന്മയുടെ ഹല്ല് കർത്താവേ, സ്തോത്രം, വഴികൾ വാതിലുകൾ ദൈവം തുറക്കണമേ. സ്വർഗത്തിലെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലല്ലോ പൊന്നുനാഥ. ആവശ്യമേറെ നന്മയുടെ വഴിവാതിൽ ദൈവം തുറന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നു കർത്താവേ, തിരുവചന ശുശ്രൂഷയുമായി കർത്താവേ അറിയിക്കണമേ. കർത്താവേ, അന്ത്യകാലത്തിലെ ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ വേണ്ടുന്ന അഭിഷേകത്തിൽ അവരെ നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പൊന്നുനാഥ, സഭായോഗത്തിന് ശേഷം കർത്താവേ ഹല്ല് നടക്കേണ്ടുന്ന ആനിവേഴ്സറി ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പപ്പ, സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂത്തിന്റെ ആനിവേഴ്സറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിൻസിന്റെ ആനിവേഴ്സറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത കാഴ്ചപ്പാടിനൊത്തവണ്ണം പരിശുദ്ധാത്മാവാൻ ദൈവം ഹല്ലേൽ അവരോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുക്കരങ്ങളിൽ ഞങ്ങൾ സകല വിഷയങ്ങൾ താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിയുടെ ശുശ്രൂഷ ചെയ്തിരുന്ന എല്ലാ കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം മാനിക്കണമേ, ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ സൂക്ഷിക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുനാഥ, തിരുവചന ശുശ്രൂഷ വീണ്ടും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് മറുപടി അയച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മെല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 5-ാം സങ്കീർത്തനം വാക്യപതി വാക്യമായി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 5 അത് വായിച്ച് സഹായിക്കുന്നതിനായി സഹോദരൻ ആശിഷിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. സങ്കീർത്തനം 5. അഞ്ചാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. അവസാനത്തെ 2 വാക്യം ചേർന്ന് വായിക്കാം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെ ഒക്കെയും നീ പകയ്ക്കുന്നു.
ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ചേർന്ന് വായിക്കാം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനും പരിചയമുള്ള നീ അവനെ മറയ്ക്കും. സ്വർഗത്തിലെ ദൈവ സങ്കീർത്തനം നമുക്ക് ദാനമായി നൽകി തന്നത് കൊണ്ട് നമ്മുടെ വിശുദ്ധ മലങ്കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തകങ്ങളെ നമുക്ക് താഴെ വയ്ക്കാം. നമുക്കൊരല്പസമയം കർത്താവിനെ ശക്തിയോട് നമുക്ക് ആരാധിക്കാം. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. അവൻ സകല മഹത്വത്തിനും യോഗ്യനാണ്. ആ ദൈവത്തെ, ഹല്ലേലൂയ, ആ സർവശക്തനായ ദൈവത്തെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മനസ്സ് തുറന്ന് ആ നമ്മുടെ ദൈവത്തെ, ആ എൻ്റെ ദൈവത്തെ നമുക്ക് ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വാത്സല്യക്കോറിനോട് ചേർന്ന് പാടാം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം എന്നുള്ള ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് അല്പസമയം ആരാധിക്കാം. എന്നെ സൗഖ്യമാക്കും അവനുണ്ട്. സൗഖ്യമാക്കും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം പിതാവല്ലോ എന്നാണ്. ഈ ദൈവമെന്റെ ദൈവം പിതാവല്ലോ എന്നാണ്. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്നാനന്ദം. സമാധാനം സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്നാനന്ദം. യഹോവ എന്റെ നല്ല ഇടയൻ, നീരേ യഹോവ എന്നിൽ കരുതുന്നു. യഹോവ
ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. യഹോവ നിന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. ശാലേം യഹോവ എന്റെ സമാധാനം. നിസി യഹോവ എന്റെ ജയകൊടിയാൻ. ശാലേം യഹോവ എന്റെ സമാധാനം. നിസി യഹോവ എന്റെ ജയകൊടിയാൻ. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. രോഗി യഹോവ നിന്നെ സമന്വയം. ഇരേ യഹോവ നിന്നാൽ വരുന്നു. രോഗി യഹോവ എന്റെ നല്ലിടയൻ. ഇരേ യഹോവ നിന്നാൽ വരുന്നു. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. റാഫാ യഹോവ നിന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. റാഫാ യഹോവ നിന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ
അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം. യഹോവാ നിന്റെ സമാധാനം ഇസ്രേ യഹോവാ നിന്റെ ജയകൊടിയാൻ. ശാലേം യഹോവാ നിന്റെ സമാധാനം ഇസ്രേ യഹോവാ നിന്റെ ജയകൊടിയാൻ. നീ ദൈവം എന്റെ ദൈവം പിതാവല്ലോ എന്താനന്ദം. നീ ദൈവം എന്റെ ദൈവം പിതാവല്ലോ എന്താനന്ദം. പിതാവല്ലോ എന്താനന്ദം. നീ ദൈവം എന്റെ ദൈവം പിതാവല്ലോ എന്താനന്ദം. രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും രക്തം ചെയ്യും. അടകം ദാനം തേരും തിരകേറേത സൈതൽ കവനാജരുകേ. ഹല്ലേലൂയ. ഉഡാമാന ധീരാമാന അന്താരകലാദേര അടകാമനയാരകലാരകലാദേനാദാന അഹംദരവർത്തല വൗഡവരകതല വർത്തല വൗഡവരം ചല അർദുര വർത്തല വൈഡവരാതല വർത്തല വൈഡവരകതല അടകാമനയാരകലാരകലാദേനാദാന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. Oh, Jesus' name. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, അവൻ നമ്മെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ, അവന്റെ ആ സൂക്ഷിപ്പുകൾ ഓർത്താൽ, അവന്റെ ആ സ്നേഹം ഓർത്താൽ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. ഹൃദയത്തിനകത്ത് നന്ദി, അവനോടുള്ള നന്ദി നിറഞ്ഞു കവിയണം. കാരണം അവൻ നമ്മെ നടത്തുന്ന വിധങ്ങൾ എത്ര വലുതാണ്. പലപ്പോഴും നാം നിസ്സഹായരായി പോകുമ്പോൾ, ആരും നമുക്ക് സഹായത്തിനായില്ലാതിരിക്കുമ്പോൾ,
ഒരു വാക്ക് പോലും നമ്മൾ സംസാരിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവൻ നൽകുന്ന ചില വാക്കുകൾ, അവന്റെ ചില ശബ്ദങ്ങൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ തണുപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത്, നമ്മുടെ പദ്ധതികൾക്കപ്പുറത്ത്, നമ്മുടെ അളവുകൾക്കപ്പുറത്ത് അവൻ നമുക്കായി ചെയ്ത ചില കരുതലുകൾ ഓർത്താൽ എത്രമാത്രം അവനെ സ്തുതിക്കണം, അവനെ എത്രമാത്രം സ്തോത്രം ചെയ്യണം. അവൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ വളർത്തിപ്പിടിച്ചോ. പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് പാടാമോ? എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴികൾ ഓർത്താൽ ആനന്ദത്തിന് അശ്രു പിടിച്ചിടുമേ എന്നുള്ള ആ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നടത്തുന്ന ആനന്ദത്തിനശ്രുപൊഴിഞ്ഞിടുന്നേ, എന്നെ കരുതുന്ന വിധങ്ങളോടാ. ആ ഉറപ്പുള്ളവർ ചേർന്ന് പാടട്ടെ. നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴികളോടാ. അശ്രുപൊഴിഞ്ഞിടുന്നേ, യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. പാപക്കുഴിയിൽ ഞാൻ താഴിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ യേശുവിന്. പാപക്കുഴിയിൽ ഞാൻ താണിടാൻ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ യേശുവിന്. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. അവന്റെ ആ കരുതലോർത്താൽ, അവന്റെ നടത്തിപ്പോർത്താൽ എത്രമാത്രം സ്തുതിച്ചാലും സ്തോത്രം ചെയ്താലും മതി വരികയില്ല. ഈ ആയുഷിന്റെ നാൾ മുഴുവനും ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഉറക്കം വിളിച്ചു പറയാം, യേശുവേ രക്ഷക, ഞാൻ അങ്ങേ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. എന്നെ നടത്തുന്ന നാളുകളെല്ലാം നന്ദിയോട് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ പാട്ടുകൾ പാടി
അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമ്മെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരൻ ശ്യാം ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ജീസസ് നൈം, ജീസസ് നൈം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് നൈം, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം കർത്താവേ, പ്രഭാതത്തിൽ ദൈവത്തെ പാടുവാൻ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കേൾപ്പിച്ച നല്ല സങ്കീർത്തനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ കർത്താവ് ദാവീദിനോട് ചേർന്നുകൊണ്ട് ഞാനോ നിന്റെ കൃപയുടെ വേഗത്തൊട്ടാൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേലോടുന്ന പകരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാടുവാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾ ബലപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനം കൂടുതൽ നല്ല ആലോചനകൾ എന്ന പകർത്താൽ ഞങ്ങളോട് കേൾപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ട് ജീവിപ്പാൻ ആവശ്യമായ കർത്താവേ ദൈവിക കൃപ, മുമ്പോട്ട് ജീവിപ്പാൻ ആവശ്യമായ കർത്താവേ ദൈവിക ദൂതുകളെ ആലോചനകളെ പകൽ തന്നെ ദാസനിലൂടെ ഞങ്ങളോട് കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ സമയം കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ഭയത്തോടായിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരേണ്ടത്രയും തുടർന്ന് കൂട്ടി വരുത്തുമാറാണ് അല്പസമയം ഞങ്ങൾ ഭയത്തോടെ തികഞ്ഞ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവവാദവിടെയായിരിക്കാൻ ദൈവം ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്വർഗീയ നല്ല പിതാവേ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിയനായ കദ്ദാസൻ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കോശി അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സദസ്സിലായിരിക്കുന്ന എല്ലാ കദ്ദാസന്മാർ, വിശേഷിച്ച് വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. വിശേഷിച്ച് പ്രിയ സഞ്ജയും പ്രിയ ബ്ലസിയും ഇന്ന് അവർ കുടുംബമായി ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ വിശേഷിച്ച് ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പാളയം സഭയിലേക്ക് നിങ്ങളെ കുടുംബമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ തട്ടി ആ പ്രിയ കുടുംബത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ ദിവസം പ്രിയ ചാൾസിന്റെ വിവാഹം തൃശ്ശൂർ വെച്ച് അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ എല്ലാ മാന്യമായ സ്നേഹത്തിനായും കർത്താവിൻ്റെ എല്ലാ കരുതലുകൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അവിടെയായി ദൈവം നമ്മെ സൂക്ഷിച്ച് ദൈവം നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകളെയും ഓർത്ത് കർത്താവിന് മഹത്വം കരേറ്റുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാം ഇന്ന് പകൽ വായിക്കാനിടയായി തീർന്നത്. ഈ സങ്കീർത്തനത്തിനകത്ത് നിന്നുകൊണ്ട്, ഈ 5-ാം സങ്കീർത്തനത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് ദൈവാശ്രയം എന്നുള്ള വിഷയത്തെ, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഇതിനു മുൻപ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നെന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അലിസ്തോത്ര പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. 2 ഘടകങ്ങൾ. ഒന്ന്, അലിസ്തോത്ര ഹല്ലേലൂയ, നാം ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒന്ന് കരമൊത്തി സ്തോത്രം ചെയ്യാമോ? ഞാനും നിങ്ങളും ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകണം. 2, പ്രാർത്ഥിക്കുന്ന വ്യക്തി എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ബോധമുണ്ടാകണം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അലിസ്തോത്ര ഹല്ലേലൂയ. 1 പത്രോസിന്റെ ഒരു ഭാഗം വായിക്കാമോ? 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആരാണ് പ്രാർത്ഥിക്കുന്ന തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഈ 2 കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയിൽ വളരെ വളരെ അലിസ്തോത്രം ഹല്ലേലൂയ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. ഈ അലിസ്തോത്രം 2-ാമത്തെ വാക്യം, 5-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. രാജാവും എന്റെ ദൈവമായുള്ളോവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കണേ, ദാവീദ് പറയുകയാണ്, നീ എന്റെ സങ്കടയാചന എന്തോ ചെയ്യണം? കേൾക്കണം. 2 പറയുന്നു, ഞാൻ നിന്നോടാണ്
പ്രാർത്ഥിക്കുന്നത്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. രണ്ട്, ആര് പ്രാർത്ഥിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ആരാണ് പ്രാർത്ഥിക്കേണ്ട തിരിച്ചറിവും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഇവിടെ 1 പത്രോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ യാചനയ്ക്കും എന്തോ ചെയ്യുന്നു? തുറന്നിരിക്കുന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ അവരുടെ ഭക്തന്മാരുടെ മേൽ അവന്റെ കണ്ണുണ്ട്, അവന്റെ ദൃഷ്ടിയുണ്ട്. അവന്റെ പ്രാർത്ഥനയുടെ, അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാൻ അവന്റെ ചെവി അലിസ്തോത്രം അവൻ കൂർപ്പിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, അതീവ ശ്രദ്ധയോടെ അവൻ കാത്തിരിക്കുക മാത്രമല്ല. ഒരു വാക്യം കൂടെ വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് അലിസ്തോത്രം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കൂകി വിളിച്ചു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എന്തോ ചെയ്യത്തില്ല. ഒന്ന് കരമുർത്തി സ്തോത്രം ചെയ്യാമോ? എല്ലാവരും സ്തോത്രം ചെയ്തില്ല, ഒന്ന് സ്തോത്രം ചെയ്യാമോ? നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം എന്തോ ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. അവന്റെ കണ്ണ് അവന്റെ ഭക്തന്മാരുടെ മേൽ അവന്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ അതേ ദൈവം ആ പ്രാർത്ഥന കേൾക്കാൻ എന്തോ ചെയ്യുന്നു? അലിസ്തോത്രങ്ങളെ ചെവി കൂർപ്പിക്കുന്ന ദൈവം ഇവിടെ പറയുന്നു, വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ കൂകി വിളിച്ചു പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന എന്തോ ചെയ്യത്തില്ല. 8-ാമത്തെ വാക്യത്തിനകത്ത്, അത് ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന എന്തോ ചെയ്യുന്നു? തടുത്തു കളയുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഒന്ന് കരമുർത്തി സ്തോത്രം ചെയ്യാമോ? അത് സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവം 2 മനോഭാവമുള്ള ദൈവമാണോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവം എന്തോ ചെയ്യുന്നുണ്ട്? കേൾക്കുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന കൂകി വിളിച്ചാലും ദൈവം എന്തോ ചെയ്യും? കേൾക്കാതിരിക്കുമോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന്, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. 2, പ്രാർത്ഥിക്കുന്ന വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് തിരിച്ചറിവ് വേണം. ഒന്ന് കരമുർത്തി സ്തോത്രം ചെയ്യാമോ? എല്ലാവരുടെയും പ്രാർത്ഥന എന്തോ ചെയ്യത്തില്ല, ദൈവം കേൾക്കത്തില്ല. ചില ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ചിലരെ എനിക്കറിയാം. എല്ലാ ദൈവങ്ങളോടും എന്തോ ചെയ്യാറുണ്ട്? നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ല. അലിസ്തോത്രങ്ങളിൽ ചിലരുണ്ട്, അലിസ്തോത്രം എല്ലാ ദൈവങ്ങളോടും എന്തോ ചെയ്യും? പ്രാർത്ഥിക്കും. അവർ അമ്പലത്തിലും നേർച്ചയിടും, മറ്റേ ഇസ്ലാം പള്ളിയിലും അലിസ്തോത്രം നേർച്ചയിടും, ക്രിസ്ത്യൻ പള്ളി നേർച്ചയിടും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അലിസ്തോത്രങ്ങളിൽ ഞാൻ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഇനി എന്തെല്ലാം പരിപാടി കാണിച്ചാലും, ഇവിടെ വന്നിരുന്ന് എത്ര കൂകി വിളിച്ച് പ്രാർത്ഥിച്ചാലും, ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അലിസ്തോത്രം നമ്മുടെ മനോഭാവം നല്ലതായിരിക്കണം. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. വീട്ടിൽ അലിസ്തോത്രം ഭർത്താവിനോട് മിണ്ടത്തില്ല, തമിഴ് ഭാര്യയോട് മിണ്ടത്തില്ല, മക്കളോട് മിണ്ടത്തില്ല. പക്ഷെ ചർച്ച വരുമ്പോൾ കൈയടിയുണ്ട്. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ചർച്ച വരുമ്പോൾ അന്യഭാഷയുണ്ട്, ചർച്ച വരുമ്പോൾ ഹല്ലേലൂയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. സ്തോത്രം ചെയ്യാവോ? സന്തോഷമുള്ളവർ മാത്രം സ്തോത്രം ചെയ്താട്ടെ. അത് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥന കേൾക്കണോ? സ്വന്തം സഹോദരനോട് മിണ്ടില്ല, സ്വന്തം സഹോദരിയോട് മിണ്ടില്ല. നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമില്ല, നമുക്ക് ക്ഷമിക്കാനുള്ള മനോഭാവമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? അതാണ് വിലാപങ്ങളിൽ പറയുന്നത്, നിങ്ങൾ കൂകി വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും, ഞാൻ പ്രാർത്ഥിച്ചിട്ടും അവൻ എൻ്റെ പ്രാർത്ഥന എന്തോ ചെയ്തു? തടുത്തു കളഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയാം, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം നല്ലതായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയും കറണ്ട് സ്റ്റാറ്റസ് എനിക്കും അറിയില്ല. സ്തോത്രം. പക്ഷേ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ ഉയരത്തിലെ അപ്പനോ ആഗമേയുള്ളത് കാണുന്ന ദൈവമാണ്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ കൂകി വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളുടെ നടുവിൽ ചില പ്രാർത്ഥനകൾ മറുപടി പ്രാപിക്കാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തിനകത്തൂടെ നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിച്ചോർപ്പിക്കാം, ഏതെങ്കിലും മേഖലകളിൽ തമ്പുരാനെ ഞാൻ ക്രമീകരണം വരുത്താറുണ്ടോ എന്ന് ഇന്ന് പകലൊന്ന് സ്വയശോധന ചെയ്യാൻ ദൈവാത്മാവ് ചിലരോട് ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ ഇന്ന് പകൽ പ്രബോധിപ്പിക്കുകയാണ്.
സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളും വളരെ മാന്യമായി ഇന്ന് പകൽ മുൻപോട്ട് പോകണം. ലഭ്യമായ സമയത്തിനകത്ത് ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ദൈവമക്കളാണ്. ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഞാനും നിങ്ങൾ ഈ വചനം വളരെ പഥ്യമായി വായിക്കുന്നവരാണ്. ഈ വചനം നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷേ ഈ വചനം പറയുന്നത് പ്രമാണിക്കുന്നില്ലെങ്കിൽ, വചനത്തിനനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കുന്നില്ലെങ്കിൽ, വചനത്തിനനുസരിച്ച് നമ്മുടെ മനോഭാവങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ, എങ്ങനെ കൂകി വിളിച്ചു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിക്കുകയില്ല. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അവന്റെ ഭക്തന്മാരുടെ നിലവിളികളെ ശ്രദ്ധിക്കുന്നവൻ, തന്റെ ഭക്തകളുടെ നിലവിളികളെ ശ്രദ്ധിക്കുന്നവൻ, അവർക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ വിടുതലുകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവരാണ് ഇതിനകത്തിരിക്കുന്നവർ. കഴിഞ്ഞ നാളുകളിൽ ചിലർ പറയാറുണ്ട്, പാസ്റ്ററേ, പണ്ടൊക്കെ പ്രാർത്ഥിച്ചാൽ ആ സ്പോട്ടിൽ വിടുതൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ മനോഭാവമാണോ ഇന്നത്തെ മനോഭാവം? സ്തോത്രം ചെയ്യാവോ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അന്നത്തെ മനോഭാവമല്ല ഇന്ന് നമ്മുടെ മനോഭാവം. അന്നത്തെ പ്രാർത്ഥനയല്ല ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. അന്നത്തെ ഉപവാസമല്ല ഇന്നത്തെ ഉപവാസം. എല്ലാ ടെക്നോളജികൾ മാറി, കാലം മാറി, സമയം മാറി, എല്ലാം മാറി മാറി വന്നപ്പോ നമ്മുടെ പ്രാർത്ഥനകളുടെ രീതികൾക്ക് തന്നെ മാറ്റമായി. ഇന്ന് പകൽ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, എന്തെല്ലാം മാറിയാലും നമ്മുടെ ദൈവത്തിന് മാറ്റമില്ല, പരിശുദ്ധാത്മാവിന് മാറ്റമില്ല, ദൈവ സാന്നിധ്യത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ സത്യദൈവത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകല അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച ആ ദൈവമാരെന്ന് ഉത്തമമായ ബോധ്യത്തോടെ, ആ ഭയത്തോടെ, ആ ഭക്തിയോടെ ദൈവത്തെ പിൻപറ്റാൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു ഉത്തമ ബോധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവമാരെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ചിലരുടെയൊക്കെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം, ദൈവം ഉണ്ടോ എന്ന് തന്നെ ചിന്തിച്ചു. സ്തോത്രം. ചിലരുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ദൈവമേ, ഇവരും ദൈവത്തെക്കാളൊക്കെ വലിയ ആളുകൾ സ്തോത്രം ചിന്തിച്ചു പോകും. സ്തോത്രം. അങ്ങനെയൊക്കെ ചിലരുടെ പോക്ക്. ഞാൻ പറയാം, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ, സ്തോത്രം, നമ്മൾ മേളിലോട്ട് എടുക്കുന്ന ശ്വാസം കീപ്പോട്ട് വന്നാലേ നമ്മൾ ഉള്ളൂ. സ്തോത്രം ചെയ്യാവോ? ഇന്ന് പകൽ നമ്മുടെ മനോഭാവങ്ങൾ മാറണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു ശബ്ദമാണ്. ചില മനോഭാവങ്ങൾ മാറണം, ചില മനോഭാവങ്ങൾ മാറണം. ചില പ്രാർത്ഥനയുടെ മറുപടികൾ താമസിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചില ഒരു പ്രശ്നക്കാരനുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയംഗമായി പ്രാർത്ഥിക്കണം. ഈ സങ്കീർത്തനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഭാഗം നന്നായിട്ട് അറിയാം. ഇവിടെ ഹല്ലേലൂയ സ്വന്തം മകനാണ്. 5-6 ശക്തികളാണ് ഈ ദാവീദിനെതിരെ ശത്രു എഴുന്നേൽപ്പിച്ചത്. നമുക്കറിയാം. അവിടെ പറയുന്നത് ശൗലിനെ എഴുന്നേൽപ്പിച്ചു, അബ്ശാലോമിനെ എഴുന്നേൽപ്പിച്ചു, ശിമയെ എഴുന്നേൽപ്പിച്ചു, അബ്നേറിനെ എഴുന്നേൽപ്പിച്ചു, അഹിതോഫേലിനെ വിളിച്ചു, നാബാലിനെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ 6ഓളം ശക്തികളെയാണ് ശത്രു ദാവീദിനെതിരെ കൊണ്ടുവന്നത്. അവൻ മനസ്സിലാക്കി, പുറത്തൊക്കെ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ, പുറത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ അവൻ ഒടുവിൽ തിരിച്ചറിഞ്ഞെന്നറിയാമോ, പുറത്തു മാത്രമല്ല, വീട്ടിനകത്തും എനിക്കൊരു പ്രശ്നമുണ്ട്. സ്തോത്രം. മറ്റാരുമല്ല, അവന്റെ തലമുറയായ അബ്ശാലോം അവനെതിരായി തീർന്നപ്പോൾ അവൻ ചെയ്തെന്നറിയാമോ, അവന്റെ ഏറ്റവും മിത്രമായിരുന്ന അഹീതോഫേൽ കൂടെ അതിന് കൂട്ടുകെട്ടി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ചെയ്തത് വാളെടുത്ത് യുദ്ധം ചെയ്തെന്നല്ല, അവൻ ഓടിച്ചെന്ന് ഒലിവുമലയിൽ കയറിയിരുന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്ന മലയിൽ ചെന്നിരുന്ന് അവൻ ദൈവത്തിന് സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ വിഷയത്തിനകത്ത് നീ ഒന്ന് ഇടപെടണമേ, എന്റെ സങ്കട യാചനകളെ ഒന്ന് ശ്രദ്ധിക്കണമേ, എന്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണമേ, എനിക്കൊരു മറുപടി വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവൻ കരയാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് അവിടെ നിന്നൊരു ദൂത് പറയാം. പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ, പ്രതിസന്ധി ഉണ്ടെന്നറിഞ്ഞാൽ നീ കറങ്ങി നടക്കരുത്.
യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. നിനക്കെതിരെ നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന്, നിന്റെ നന്മകളെ തടയുന്ന, നിന്റെ അനുഗ്രഹങ്ങളെ തടയുന്ന, നിന്റെ സമാധാനത്തെ തടയുന്ന, നിന്റെ സന്തോഷത്തെ തടയുന്ന, നിനക്കെതിരെ വിരൽ ചൂണ്ടാൻ നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നീ മൗനമായിരിക്കരുത്, നീ മൗനമായിരിക്കരുത്. നീ മുഴങ്കാൽ മടക്കിക്കൊള്ളണം. നീ അവിടെ മുഴങ്കാൽ മടക്കി നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, അവനെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ തയ്യാറായാൽ, ചില പടക്കോപ്പുകൾ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ ഒരിക്കാൻ തയ്യാറായാൽ ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല. പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാ. നിന്റെ കറങ്ങി നടക്കുന്ന പരിപാടി മതിയാക്ക്. അല്ല, വിഷയങ്ങൾ ഉണ്ടായിട്ടും വിഷയങ്ങളെ കണ്ടില്ലെന്നല്ല, പ്രാർത്ഥിക്കുന്ന ഒരുവരെ ഓരോ വീട്ടിനകത്തും ദൈവം തേടുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അലിസ്തോത്രം എൻ്റെ വീട്ടിൽ മാത്രം കർത്താവ് എന്താ പ്രവർത്തിക്കാത്തെ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാം, ഒന്ന് നീ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കാമോ? യേശുവിന്റെ നാമത്തിൽ ചില കുറവുകളും ഏറ്റുപറഞ്ഞ് മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വന്ന് ഒന്ന് ദൈവസന്നിധിയിൽ ചില അലിസ്തോത്രകല്ലിയ ആയുധങ്ങളൊന്ന് നീ ഒന്ന് തയ്യാറാക്കാൻ തയ്യാറായാൽ, പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് പകൽ ഈ വചനത്തിനകത്തൂടെ ഇടപെടുന്നത് ആ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് നീ ഒന്ന് കരയാൻ തയ്യാറായാൽ, ഒത്തിരി മണിക്കൂറുകൾ വേണ്ട എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ, ഒത്തിരി ഹല്ലേലൂയ മാസങ്ങൾ വേണ്ട, ഒത്തിരി ആണ്ടുകൾ വേണ്ട, എണ്ണപ്പെട്ടുള്ള മണിക്കൂറുകൾക്കകത്ത് ചില വിടുതലുകൾ തരാൻ എന്റെ ദൈവം മതിയായ ദൈവമാ. സ്തോത്രം, 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 ഹല്ലേലൂയ. ഈ കാലി സ്തോത്ര ഹല്ലേലൂയ. ഈ ഇന്നും പണ്ടത്തെ പോലെ മോശയ്ക്കെതിരെ കല്ലെറിയാൻ നിൽക്കുന്ന ഒരു കൂട്ട ഇസ്രായേൽ ജനമില്ലേ? ഇന്നും അങ്ങനെ ഉണ്ട്. കാരണം എല്ലാ ഡ്യൂട്ടീസും ആർക്കാ? മോശമാർക്കാ, പാസ്റ്റർമാർക്കാ. പാസ്റ്റർ പ്രാർത്ഥിക്കാത്തോണ്ടാ വിടുതൽ ഉണ്ടാകാത്ത, അല്ലെങ്കിൽ എന്റെ കൂട്ടുവിശ്വാസി പ്രാർത്ഥിക്കാത്തോണ്ടാ വിടുതൽ ഉണ്ടാകാത്ത. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളും എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ കരയുന്നത് പോലെ മറ്റൊരാൾ കരയാറില്ല. തിരിച്ചറിയണം, എന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ കരയുന്നത് പോലെ ആരും കരയില്ല. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് പകൽ ദൂരെ കൈമാറുകയാണ്. ആ റെസ്പോൺസിബിലിറ്റി മറ്റൊരുത്തന്റെ മേൽ ഇട്ടിട്ടല്ല നിന്റെ വിഷയവുമായി നീ യാത്ര ചെയ്യേണ്ടത്. നീ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന മാതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചോർപ്പിക്കാം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയണം. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവനെതിരെ കടന്നു വന്ന അഹിതോഫേലിന്റെ ആലോചനകൾ, അവനൊരു നയതന്ത്രജ്ഞന, നല്ല ബുദ്ധിമാന, അവൻ ഉൾപ്പെടെ കൂട്ടുകെട്ടി തന്റെ സ്ഥലമുറയുമായി അവനെതിരെ കയറി വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അവൻ കൈയും കെട്ടി വീട്ടിനകത്ത് കയറി കരഞ്ഞുകൊണ്ടിരുന്നല്ലേ, അവൻ ദൈവസന്നിധി മുഴങ്കാലം മടക്കി കരയാൻ തുടങ്ങി. പ്രാർത്ഥിച്ചവന് വേണ്ടി, ദൈവത്തിൽ ആശ്രയിച്ചവന് വേണ്ടി, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവന് വേണ്ടി സ്വർഗം ചിലതിനെ അയച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ കാര്യത്തിനകത്ത് ഇടപെടാൻ ഒരുവൻ തയ്യാറാണ്. നീ കയറി വരേണ്ടതുപോലെ, നീ ഒന്ന് തയ്യാറാകേണ്ടതുപോലെ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഒന്ന് നീ കയറി വരാൻ തയ്യാറായാൽ നിന്റെ വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാമോ? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ അലിശത്ര ഞാൻ ആരാണ്? ഇതുവരെ ഞാൻ പലപ്പോഴും കൂകി വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥന ഇവിടെ മറുപടികൾ ലഭിക്കുന്നില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, എത്ര പാറ പോലുള്ള വിഷയത്തെയും ഉരുക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്.
ഓ ഹല്ലേലൂയ, നീക്കിക്കളയാൻ, ചലിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാമോ? എത്ര കടുങ്കട്ടിയുള്ള ഇരുമ്പിനെ ഉരുക്കാൻ കഴിവുള്ള ഒരു തീജ്വാലയുള്ളവൻ, ഓ ഹല്ലേലൂയ, തീക്കഷ്ടമായവൻ നമ്മോട് കൂടെയുണ്ട്. ആ തമ്പുരാന്റെ മുഖത്ത് നോക്കി കരഞ്ഞു പ്രാർത്ഥിക്കാമോ? എന്നെ തന്നെ ഇന്ന് പകൽ സമർപ്പിക്കുന്നു. ഞാൻ ഈ പകൽ ഒന്ന് ഉടയപ്പെടാൻ, ഞാൻ ഇന്ന് പകൽ കരയാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവ് ജനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. അങ്ങയുടെ മുറിവേറ്റകരം ഈ ജനത്തിന് മേൽ ഇന്ന് പകൽ വെക്കണമേ കർത്താവ്. ഈ വചനം കേട്ട് ഹൃദയത്തിന്റെ അകത്തലത്തിൽ ഒരു തീരുമാനങ്ങളും എടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരോട് ദൈവം മനസ്സിലിയണം, അവരെ ദൈവം നിർത്തണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. കൃപ കൂടെ ഇരിക്കണം കർത്താവ്. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. തുടർന്ന് കുഞ്ഞുങ്ങൾ വേഗത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരൊരു പാട്ട് പാടി. കഴിഞ്ഞ ആഴ്ച അവർക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ ആഴ്ച ഇന്ന് അവരുടെ ദിവസമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുമ്പോട്ട് വന്നു നിന്ന് പെട്ടെന്നൊരു പാട്ട് പാടും. അതിനുശേഷം അവരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കും, അവരുടെ വാക്യങ്ങൾ അവർ പറയും. Praise Lord. Psalms 91 verse 1 and 2. He who dwells in the shelter of the Most High will abide in the shadow of the Almighty. Will say to the Lord, my refuge and my fortress, my God in whom I trust. Amen. എനിക്ക് മുട്ടുണ്ടാവില്ല. ആകെ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്കിനാലോ ലേഖനത്താലോ പ്രമാണിച്ചു തന്നതിലൂടെ നടപ്പി. 2 തെസ്സലോനിക്കർ 2:15. ആമേൻ. For if we live to the Lord. For if we die to the Lord. Whether we live or die, we are the Lord's. Romans 14 verse 16. എല്ലാം കലത്തി വത്തോണ്ട് സൂര്യപ്പോലെന്നാണ് എൻ്റെ ഇടയിലൊന്ന് മുട്ടുണ്ടാവുന്നുണ്ട്. എന്നോട് സംസാരിച്ചു. അതെന്തെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പന്നിലുള്ളിക്കാൻ നടുനിലയിൽ ധരിച്ച് മാറത്ത് പൊൻകച്ചെട്ടി മനുഷ്യത്തിനോട് സദൃശനായും കണ്ടു. ഒരു തലയും തലമുടി വെളുത്തോഞ്ഞുകൾ ഇമ്മത്തോളം വെള്ളയെ കണ്ണ് അഞ്ഞു ചാളിച്ചെത്തതും കാല് ഉലയിലിച്ചിട്ട് പരിച്ച വെള്ളോട്ട് സദൃശം. ശബ്ദം പെരുവെള്ളത്തിൻ്റെ അടിച്ചിന് പോലെയായിരുന്നു. ഒരു വലം കയ്യിൽ 7 നക്ഷത്രം ഉണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചേറി ഇരുവായുത്തലകൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം ശക്തിയോടെ പ്രകാശിക്കുന്നുള്ളതാണ്. കണ്ടിട്ട് ഞാൻ മനുഷ്യനെ പോലെ അവൻ്റെ കളിക്കണമെന്ന് വലം കൈൻ്റെ മേൽ വെച്ച് പാർപ്പെടേണ്ട. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതെന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം. നീ കണ്ടത് ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. എൻ്റെ വലം കൈക്കണ്ട 7 നക്ഷത്ര മർമ്മം 7 പന്തിൽ വിളിക്കുന്ന വരുമായിരിക്കും. 7 നക്ഷത്ര സഭകൾ ദൂതന്മാരാകുന്നു. 7 പന്തിൽ വിളിക്കൽ സഭകളാകുന്നത് കളിച്ചു. ആമേൻ. ആമേൻ. വെരി ഗുഡ്. മൈക്കിങ് കൊടുത്ത മക്കളെ. എനിക്ക് മുട്ടുണ്ടാക്കിയില്ല. 10 പുൽപ്പങ്ങൾ അവനെ കടത്തും. ഞാൻ ജീവന്റെ അപ്പമാവുന്നു. ജ്ഞാനം മുത്തുകളിൽ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. സദൃശവാക്യങ്ങൾ 8:11. ഹാനോക്ക് ദേഹത്തോടൊന്ന് ദേവ അവന് എടുത്തുകൊണ്ടേ കാണാതെ പിശാചിന്റെ തന്ത്രം എടുത്ത് നിൽക്കാൻ കർത്താവിന്റെ സർവ്വവടി ധരിച്ചു കൊള്ളുവിൻ. The Lord is my shepherd, I shall not want.
ഹാനോക്ക് ദൈവത്തോടെ നടന്നു, ദൈവം അവരെ എടുത്തിട്ടുണ്ടെന്നേ കാണാതെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. പ്രൈസ് ലോർഡ്. ഒരാഴ്ച കർഷിച്ച ദൈവത്തിന് നന്ദി. ആത്മാവിൽ തെറ്റായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനം 103:13. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ പോകുന്ന എത്ര, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേനെന്ന് തന്നെ. 2 കൊരിന്ത്യർ 1:20. ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വലത് കരങ്ങൾ ഈ പൈതങ്ങളുടെ നേരെ ഉയർത്തിപ്പിടിച്ച് നാം എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പി വി ജോയി അങ്കിള് ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പി വി ജോയി അങ്കിള് ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഈ കുഞ്ഞുങ്ങളുടെ നേരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും സ്തോത്രം സ്തോത്രം. മനോഹരമായിരിക്കുന്ന പൊന്നുകർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരികയാണ്. കർത്താവെ കടന്നു വന്ന സമയം തൊട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാനും പാടുവാനും കർത്താവെ സഹായിച്ചല്ല. കർത്താവെ അവർ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരുന്ന ബുദ്ധി കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ. നിങ്ങളൊരുത്തരും ജ്ഞാനം കുറവാണെന്ന് വരിയിൽ മത്സിക്കാതെ സകലർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം അവർ കർത്താവെ അവർക്ക് പഠിപ്പാനുള്ള ബുദ്ധി കൊടുക്കണമേ. പഠിച്ച് ലോകപ്രകാരം കർത്താവെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവെ അവരെ എടുത്ത് ഉപയോഗിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്, ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുത്തിൽ ഓരോരുത്തരെയും പൊതിയണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. കുഞ്ഞുങ്ങൾക്ക് പോയിരിക്കാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതിബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതിബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഈശോനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാപക വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും ചിരുമുമ്പിലും നേരമെന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും ചിരുമുൻപിലും നേരമെന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതിബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതിബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. സ്വീകരിപ്പാൻ
ഇന്ന് പകൽ സാക്ഷ്യവാചകങ്ങളിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക. പൂർണ്ണമായി കർത്താവ് വിടുതൽ നൽകേണ്ടതിനായി രോഗികളായി ഭാരപ്പെടുന്ന പേരുകൾ പറയാത്ത പല പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ അല്പസമയം ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിവാഹപ്രായമായ എല്ലാ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ വിവാഹങ്ങൾ നടക്കേണ്ടതായ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തുറന്നടക്കുന്ന വചന ശുശ്രൂഷയെ, തുറന്നടക്കുന്ന ബ്യൂട്ട്സിന്റെ സൺഡേ സ്കൂളിന്റെ ഫെലോഷിപ്പിന്റെ ആനിവേഴ്സറി എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നീട്ടപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കാം. ദശാംശത്തിനായി ഇതിലേക്ക് അറിഞ്ഞിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ സമൃദ്ധിയായി അനുഗ്രഹിപ്പാൻ കർത്താവിന്റെ ചിറകളിൽ പൊതിയുവാൻ സകല നന്മകളാൽ നിറയ്ക്കുവാനായി നമ്മെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തുറന്നിറക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഹിൽക്കിയ ജോസഫങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമല്ലോ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, മഹാപരിശുദ്ധൻ നീതിമാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി നന്ദിയോട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരിക്കൽ കൂടി അടിയങ്ങൾക്ക് വിശുദ്ധ സഭാരാധനയായി കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവമെല്ലാം സഹായിച്ചതിനായി അടിയ നന്ദിയോട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പകൽക്കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവ് ഓരോരുത്തരെയും പേരായി ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഇന്ന് പകൽക്കാല ദിവസം എണീറ്റ് നിന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയുവാൻ ഇടയായ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ വിഷയത്തിന്മേലെല്ലാം ദൈവം മറുപടി നൽകി ഈ ദിവസങ്ങൾ ദൈവം അനുഗ്രഹിക്കുക ആശീർവദിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയതായി കുടുംബജീവിതത്തിൽ പ്രവേശിച്ച പ്രിയപ്പെട്ടവരെ ദൈവകരത്തെ കുടുംബജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാമേ, ഹല്ലേലൂയ, വലിയവനായ ദൈവത്തിന്റെ അദൃശ്യകരം കൂടെ പ്രാർത്ഥിക്കുന്നു. എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സൗഖ്യം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിന്റെ കൃപ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ പൈതന്റെ പൂർണ്ണ സൗഖ്യം ദൈവം നൽകി ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പല വിഷയങ്ങളുമായി ദൈവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ രോഗസൗഖ്യം ആരോഗ്യം വരുത്തുന്ന യഹോവ എന്നറിയുക വലിയവനായ ദൈവത്തിന്റെ സൗഖ്യം എല്ലാവർക്കും അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാല ദൈവമേ കേൾക്കാൻ പോകുന്ന തിരുവചനത്തെ ദൈവകരത്തെ ദൈവമേ ദൈവദാസനിൽ കൂടെ അടിയക്ക് ആവശ്യമായ ആത്മീയ മന്ന ദേവദാസൻ കേൾപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ചക്കാലം നിലനിൽക്കുവാനുള്ള എല്ലാ ദൈവമേ ആത്മീയ നന്മകൾ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ദൈവമേ ഹല്ലേലൂയ കർത്താവേ, സ്തോത്ര വഴിപാടുകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാം ദൈവമേ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവമേ, ആർക്കെങ്കിലും ദൈവദാസനെ കൊടുക്കുവാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ അവർക്കാനുള്ള പുതിയ വഴികളെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ ആരാധനയോട് ചേർന്ന് കിടക്കുന്ന സൺഡേ സ്കൂൾ യൂത്തിന്റെ വിമൻസിന്റെ എല്ലാം വാർഷികയോഗം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ കൃപ കൊണ്ട് നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവടികൾ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് അങ്ങയുടെ കൃപ കൊണ്ട് അടികളെ നിറച്ച് പരിപാലിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും എല്ലാം കർത്താവിന് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സുസ്ഥാനിലിരിക്കാം. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി പ്രിയ ടീം കുശിപ്പാസ് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കാമല്ലോ. Praise the Lord. Praise the Lord. അനുഗ്രഹീതമായ ആരാധനയുടെ പകൽവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീത ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഇതുവരെ പ്രാർത്ഥന ഈ ഹല്ലേലൂയ സഭായോഗം അനുഗ്രഹമായി ലീഡ് ചെയ്യും. സങ്കീർത്തനത്തിൽ നിന്ന് അനുഗ്രഹീതമായ വചന ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം. വിശേഷാലായിരിക്കുന്ന പ്രത്യേകിച്ച് സഞ്ജയ് ബ്ലസ്സി അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ വിവാഹം വളരെ അനുഗ്രഹമായി കഴിഞ്ഞ ഇതിന് മുന്നിലത്തെ ആഴ്ചയിൽ നടക്കുവാനിടയായല്ലോ.
അതുപോലെ ചാൾസിൻ്റെ വിവാഹവും വളരെ അനുഗ്രഹമായി നടക്കുവാനിടയായി. ഹല്ലേലൂയ. എല്ലാവരെയും ആ കുടുംബങ്ങളെല്ലാം ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ചയിലുള്ള ഇടയോഗങ്ങളിൽ എല്ലാവരും കടന്നു വരണമെന്ന് പ്രത്യേകാൽ ഓർമ്മിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് സൺഡേ സ്കൂളിൻ്റെയും PMGUസിൻ്റെയും വിമൻസ് ഫെലോഷിപ്പിൻ്റെയും സംയുക്ത ആനിവേഴ്സറി ഉണ്ടല്ലോ, അതും തക്ക സമയത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ഗോഡ്. ചില വചനങ്ങൾ കഴിഞ്ഞ ദിവസം ദൈവം എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില വചനങ്ങൾ വേഗത്തിൽ വായിച്ച് ദൈവസന്നിധിയിൽ ദൈവം എനിക്ക് തന്ന ആത്മീയ സന്ദേശം നിങ്ങളുടെ മധ്യയിൽ വച്ചിട്ട് ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതിനാധാരമായിട്ട് എസ്കേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം, എസ്കേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിക്കാം. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എന്റെ മുമ്പിൽ വിടർത്തി. അതിലകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. ഇനി അതിന്റെ 3-2 കൂടെ ഒന്ന് വായിച്ചു. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. പ്രൈസ് ദി ലോർഡ്. എസ്കേൽ നമുക്കറിയാം, യഹൂദ ഇസ്രായേൽ ജനത്തിന്റെ മധ്യയിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു പ്രവാചകനാണ് എഹെസ്കേൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക സാഹചര്യത്തിൽ താൻ ആ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ വിളിയുണ്ടായപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ ഒരു വചനമാണ്. ഞാൻ നിനക്ക് ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതെന്ത് ചെയ്യുക? ആ ചുരുൾ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് വായ് തുറന്ന് തിന്നുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പല കാര്യങ്ങൾ താഴോട്ടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം നമുക്ക് തിന്നുവാൻ തരുന്ന ഭക്ഷണമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകപ്രകാരമുള്ള ഭക്ഷണങ്ങളുണ്ട്. കർത്താവ് തന്നെ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ അടുത്ത് വന്ന് തന്നെ പരീക്ഷിച്ച വേളയിൽ കർത്താവ് പറഞ്ഞ ഒരു വചനമുണ്ട്. എന്താണ്? മനുഷ്യൻ എന്തല്ല അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. വചനം കർത്താവ് ഹല്ലേലൂയ സാത്താനോട് പറഞ്ഞ് ജയമെടുത്ത ഒരു വചനമാണ്. നമ്മളും ജയമെടുക്കേണ്ടുന്ന ഒരു വചനമാണ്. ആ വചനം പറഞ്ഞ് നമുക്കും ജയമെടുപ്പാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചതിന് ശേഷം നമുക്കറിയാം, നാം ലോകപരമായ പല കാര്യങ്ങളും ഹല്ലേലൂയ അതിന് വലിയ അർത്ഥമില്ല എന്നും, അതിനേക്കാൾ ഉപരി ദൈവ സന്നിധിയിലുള്ള അനുഭവങ്ങളും ദൈവം തരുന്ന നമ്മുടെ അധ്വാനത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ മാത്രം നേടിയെടുക്കുന്നത് മാത്രമല്ല, ദൈവം തരുന്ന നന്മകളുണ്ട്, ദൈവം തരുന്ന വചനങ്ങളുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തരുന്ന വചനത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കറിയാം, നാം എല്ലാവരും വചനം അനുസരിക്കുന്നവരാണ്, വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നവരാണ്, വചനം മറ്റുള്ളവരോട് പറയുന്നവരാണ്. ഹല്ലേലൂയ. ആ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ വചനത്തിൽ തന്നെ ഉണ്ട്. മനുഷ്യൻ ജീവിക്കുന്നത്, അഥവാ ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നമ്മൾ ജീവിപ്പാൻ ഇടയാകേണ്ടത് നമ്മുടെ ദൈവം നമുക്ക് തരുന്ന വചനത്താലായിരിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്നത്, നമുക്കറിയാം, തിരുവചനം ദൈവം എഴുതപ്പെട്ടതായി നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, ഓരോ ദിനങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും, ചില പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഒരു ദൈവ പൈതലാണെങ്കിൽ ഹല്ലേലൂയ ചില വചനങ്ങൾ അന്നേരം ദൈവം നമ്മോട് ഇടപെടുവാൻ ഇടയാകും. അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പ്രതികൂലം നേരിടുമ്പോൾ അതിന്റെ മധ്യം നിൽപ്പാൻ ദൈവം പെട്ടെന്നൊരു വചനം ഓർമ്മിപ്പിക്കും.
ഒരു രോഗം വരുമ്പോൾ ഹല്ലേലൂയ അത് സഹിപ്പാൻ കഴിയാതെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു ദൈവപൈതലിനെ പെട്ടെന്ന് ദൈവം ചില വചനങ്ങൾ ഏൽപ്പിക്കും. ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ ഹല്ലേലൂയ യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് ദൈവം പെട്ടെന്ന് ഒരു വചനം കൊടുക്കുവാനിടയാകും. ഹല്ലേലൂയ. അതുപോലെ ശത്രുവിന്റെ എതിർപ്പോ പിശാചിന്റെ പോരാട്ടമോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ദൈവ പൈതല് ജീവിക്കേണ്ടത് ദൈവം തരുന്ന വചനത്താലായിരിക്കണം. യെഹെസ്കേലിനെ ആ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ മധ്യയില് ദൈവം ആ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, ആ പുസ്തക ചുരുൾ കൊടുത്തിട്ട് പറഞ്ഞത്, മനുഷ്യപുത്ര നീ ഇത് എന്ത് ചെയ്യണം? നീ ഇതെന്ത് ചെയ്യണം? നീ വായ് തുറന്ന് ഭക്ഷിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നാം എല്ലാവരും വചനം പഠിപ്പിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. ഹല്ലേലൂയ. അത് ഞാൻ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം ചെയ്യേണ്ടതുപോലെ ചിലത് പ്രാധാന്യം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു ശക്തി വ്യാപരിപ്പാനിടയാകും. ഇപ്പൊ നമ്മൾ നിരന്തരം കേൾക്കുന്ന വചനങ്ങളുണ്ട്, നമ്മൾ നിരന്തരം വായിക്കുന്ന വചനങ്ങളുണ്ട്. എന്നാൽ അതല്ല ഇന്ന് പകൽക്കാലം ആ പ്രവാചകനായ എസ്കേലിനോട് പറഞ്ഞത്, നീ വായു തുറന്നത് ഭക്ഷിക്ക. നാം തിരുവചനവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമ്മുടെ മനോഭാവം, നമ്മുടേതായ വചനത്തോടുള്ള സമീപനം, ഇന്ന് പകൽക്കാലം അതൊക്കെ ഉള്ളവരാണ് ഇതിന്റെ മധ്യയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം അറിയണം, ഹല്ലേലൂയ, അത് നാം വാസ്തവമായി ഭക്ഷിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? നാം ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വചനം എങ്ങനെ സ്വീകരിക്കണം? വചനത്തെ നമ്മൾ ഹൃദയം തുറന്ന് അംഗീകരിക്കണം. വചനം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടേതായ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന, കർത്താവേ ഇന്ന് എനിക്ക് അങ്ങയുടെ വചനം തരുമാറാകണമേ എന്നാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആ ജീവൻ മന്നയായിട്ട് ദൈവം ഒരിക്കലായിട്ട് യേശുവായി ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ പകൽക്കാലം ദൈവപൈതലേ ദൈവം തരുന്ന വചനം ഭക്ഷിപ്പാൻ നമ്മളെപ്പോഴും ഹൃദയംഗമായി ഒരുക്കമുള്ളവരായിരിക്കണം. യെരമ്യാ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, എന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിനും ആനന്ദവുമാണ്. അവിടെ പ്രവാചകനായ യെരമ്യാവ് പറയുന്ന ഒരു വാക്യമാണ്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനത്തോടുള്ള സമീപനം, ഹല്ലേലൂയ, നാം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനമായി ബൈബിൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റനേക പ്രസംഗങ്ങൾ നമുക്കറിയാം, സഭയുടെ യോഗങ്ങളിലെല്ലാം വചനമാണ് പറയുന്നത്. എന്നാൽ അതിനുവേണ്ടി നമുക്ക് ഹല്ലേലൂയ തൃപ്തി തരുന്ന, നമുക്ക് വിടുതൽ തരുന്ന, നമുക്ക് അനുഗ്രഹം തരുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ആ വചനം നമ്മളൊന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കണം. കണ്ടെത്തുക മാത്രമല്ല, ഹല്ലേലൂയ, എസ്കേലിനോട് പറഞ്ഞതുപോലെ യെരമ്യാവും പറയുന്നത് എന്താണ്? കണ്ടെത്തുക മാത്രമല്ല, വചനം കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. ചേർന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ആയിരിക്കുമ്പോൾ ദൈവവചനം ഒന്നാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം വചനം കണ്ടെത്തണം. ഹല്ലേലൂയ. വിടുതലിന്റെ വചനം, അനുഗ്രഹത്തിന്റെ വചനം, സൗഖ്യത്തിന്റെ വചനം, നമ്മുടെ തെറ്റുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനം, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന വചനം, ഹല്ലേലൂയ, ശത്രുവിന്റെ മേല് നമുക്ക് ജയം തരുന്ന വചനമാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്റെ വചനത്താൽ, ആ വചനത്താലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ഓരോ ദിവസവും ഇതിനോടുള്ള സമീപനം നാം ഇതൊന്ന് കണ്ടെത്തുവാനിടയാകണം. ഹല്ലേലൂയ. എന്റെ വിടുതലിന് വേണ്ടി ദൈവം എവിടെയാണ് വചനമൊരുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗം ഞാൻ വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഇന്നുള്ള എൻ്റെ പ്രശ്നത്തിന്, എൻ്റെ പ്രതികൂലത്തിന്, രോഗമോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, അതിനൊരു പരിഹാരം ലഭിക്കാൻ ഞാൻ അതിന് മറുപടിയായി ഈ വചനത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തുവാനിടയാകും. കണ്ടെത്തുക മാത്രമല്ല, കണ്ടെത്തി ഭക്ഷിപ്പാനിടയാകണം.
അപ്പോൾ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ഒരു മനോഭാവം, ഒരു ഹല്ലേലൂയ സമീപനം നമുക്ക് വചനത്തോടുണ്ടായിരിക്കണം. വചനത്തെ നമ്മൾ അങ്ങനെ സ്വീകരിക്കുന്നവരായിരിക്കണം. 1-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബിന്റെ ലേഖനം. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം, സൗമ്യതയോടെ കൈക്കൊള്ളും. നിങ്ങൾ എങ്ങനെ കൈക്കൊള്ളണമെന്ന? സൗമ്യതയോടെ കൈക്കൊള്ളണം. അപ്പോൾ നമ്മെ അഴുക്കുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് വിടുവിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തിയ ആ വചനം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന ഉൾനട്ടതുമായ ആ വചനം ദൈവസന്നിധിയിൽ ഇരുന്ന് സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സൗമ്യതയോടെ, സാവധാനതയോടെ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. 1 തെസ്സലോനിക്കർ 2:13 ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്കർ 2:13. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു. 1 തെസ്സലോനിക്കർ 2:13 ആണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ കൈക്കൊണ്ടു. എങ്ങനെയാണ് സാക്ഷാലാകുന്നത് പോലെ? എന്തായിട്ട് കൈക്കൊണ്ടു? ദൈവവചനമായിട്ട് കൈക്കൊണ്ടു. അവിടെയും പറയുന്നത് വചനം കൈക്കൊള്ളുന്ന ഒരു വലിയ മനോഭാവം, വലിയൊരു വചനത്തോടുള്ള സമീപനം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഈ നാളുകളിൽ ഉണ്ടായി. വചനം നമ്മെ പണിയുവാൻ, വചനം നമ്മെ ഒരുക്കുവാൻ, വചനം നമ്മെ സൗഖ്യമാക്കുവാൻ, വചനവുമായുള്ള സമീപനത്തിൽ അതിനെ ഭക്ഷിപ്പാൻ, അതിനെ സ്വീകരിപ്പാൻ, അതിനെ തിന്നുവാൻ, അതിനെ കൈക്കൊള്ളുവാൻ തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ അതെങ്ങനെയല്ല എടുത്തത്? മാനുഷിക വചനങ്ങളായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് നിങ്ങൾ അത് സ്വീകരിപ്പാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചനം സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി നാം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ പരിവർത്തിപ്പാനിടയാകും. നീ വചനം അങ്ങനെ സ്വീകരിച്ചാൽ അതിലൂടെ നമുക്കുണ്ടാകേണ്ടുന്ന അനുഭവം എന്താണ്? ഒരു വാക്യം വായിക്കാം. യെരമ്യാ പ്രവചനം തന്നെ നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യം 15:16 ഒന്നുകൂടെ വായിക്കാം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും. നിന്റെ വചനം എനിക്ക് എന്താണ്? സന്തോഷവും. നിന്റെ വചനം എനിക്ക് സന്തോഷമാണ്. എന്റെ ഹൃദയത്തിന് ആനന്ദവും. എന്റെ ഹൃദയത്തിന് എന്താണ്? ആനന്ദവുമാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തോട് നമ്മുടെ അടുത്ത് അവയെ കൈക്കൊള്ളുമ്പോൾ ഹല്ലേലൂയ അതിന്റെ പിന്നില് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഭവമുണ്ട്. വചനം നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്. സന്തോഷിപ്പിക്കുക മാത്രമല്ല, പിന്നെയും കൂടെ വായിച്ചത് അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് അതെന്താണ്? ആനന്ദം. അങ്ങനെയെങ്കിൽ ദൈവവചനത്തില് നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം. ദൈവവചനത്തിൽ നമുക്ക് ആനന്ദിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. വിടുതൽ എവിടെയാണ്? ഉൾനട്ടതായ വചനത്തിൽ ദൈവത്തിന്റെ വിടുതലുണ്ട്. 1-ാം സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ ന്യായപ്രമാണത്തില് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാപ്പകൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ അത് ധ്യാനിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാനാണ്. ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ സന്തോഷമുണ്ട്, ഹൃദയത്തിന് ആനന്ദമുണ്ട്. പലപ്പോഴും വിവിധ വിഷയങ്ങൾ നമുക്കറിയാം, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ. ഈ ആഴ്ചയിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, ചില വല്ലാത്ത വിഷയങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ, ചില രോഗത്തിന്റെ അനുഭവങ്ങൾ വന്നപ്പോൾ, അതിന്റെ മധ്യയില് വേദന വരുവാൻ, അല്ലെങ്കിൽ ദുഃഖം വരുവാൻ, നിരാശ വരുവാനൊക്കെ സാധ്യതയുണ്ടായ സ്ഥാനത്ത് ദൈവവേദനയെ ഉൾനട്ടതായ, ഉള്ളത്തിൽ വസിക്കുന്നതായ വചനം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ ദുഃഖത്തിന്, ആ പ്രതികൂലത്തിന് അടിമയാകയില്ല. അതിനെ മറികടന്നുകൊണ്ട് നിന്നിൽ വസിക്കുന്ന വചനം അത് ആനന്ദമായി, അത് സന്തോഷമായി നമ്മുടെ ജീവിതത്തിൽ അത് വ്യാപരിപ്പാനിടയാകും. വചനം ഭക്ഷിച്ചാൽ, വചനം സ്വീകരിച്ചാൽ, വചനം നമ്മൾ ഹല്ലേലൂയ തിന്നാൽ, ഹല്ലേലൂയ അതിലൂടെ
തന്റെ മക്കൾക്ക് ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. വീണ്ടും കൊലോസ്യ ലേഖനം 3:16 വായിച്ചേ. കൊലോസ്യ ലേഖനം 3:16 വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തില് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എപ്പോഴും ഇതിനകത്തെല്ലാം വചനം അനുഷ്ഠിക്കുന്ന, വചനം ഉൾക്കൊള്ളുന്ന, വചനം ഭക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിന് സങ്കീർത്തനമുണ്ട്, സ്തുതിയുണ്ട്, ആനന്ദമുണ്ട്, ആരാധനയുണ്ട്. അത് നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണമെന്ന് വാഴുവാനിടയാകണം. ഹല്ലേലൂയ. ഉൾനട്ടതായ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ വാഴണമെന്ന് ചേർന്നൊന്ന് പറഞ്ഞ്, എങ്ങനെ വാഴണം? ഐശ്വര്യമായി വാഴണം. നമുക്കറിയാം, വീഴുന്ന വചനങ്ങള്, കേൾക്കുന്ന വചനങ്ങള് പലപ്പോഴും പറവകൾ കൊത്തിക്കൊണ്ടു പോവുകയും മുള്ളിനിടയിൽ വീണ് ഞെരുങ്ങിപ്പോവുകയും പാറസ്ഥലത്ത് വീണ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ സന്തോഷമായി ഇതൊന്ന് വ്യാപരിപ്പാനിടയാകേണ്ടതിനാണ്. ഇത് ആനന്ദത്തോടെ നമ്മെ നിലനിർത്തുവാനിടയാകേണ്ടതിന്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സന്തോഷം, ആനന്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൂടി വരുമ്പോഴുള്ള ആ ആനന്ദം സന്തോഷമല്ല. ദൈവ പൈതലിന്റെ ജീവിതത്തിനുള്ളില് ഉൾനട്ട വചനമുണ്ടെങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യയില് ഉൾനട്ട വചനം അവനെ ആനന്ദത്തിലേക്ക് നയിപ്പാനിടയാകും, അവനെ സന്തോഷത്തിലേക്ക് നയിപ്പാനിടയാകും. അവന്റെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമായി തീരുവാൻ ആ വചനം അന്നേരം ദൈവം എഴുന്നേൽപ്പിക്കും. അനുഭവമുള്ളവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഉള്ളില് ഐശ്വര്യമായി ഹൃദയത്തിൽ ഇങ്ങനെ വസിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ നേരത്തെ വായിച്ച 1 തെസ്സലോനിക്കർ 2:13 വായിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളില് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ. ഒന്ന് വായിച്ചേ, 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്തോത്രം പറയാമോ? നമ്മൾ ദൈവ വചനം, ഈ കേൾക്കുന്ന വചനം മാത്രമല്ല, ഇതിനകത്തുള്ള വിശ്വാസത്തിന്റെ വചനങ്ങള്, വിശുദ്ധീകരണത്തിന്റെ വചനങ്ങള്, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വചനങ്ങള്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വചനങ്ങള്, അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് അതൊന്ന് ഏറ്റെടുത്ത് അതിൽ സന്തോഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിപ്പാനിടയാകും. കേട്ട് കളയുന്ന വചനമായിട്ടല്ല, അനുഭവമാക്കുന്ന, സന്തോഷത്തിന് കാരണമാക്കുന്ന, ആനന്ദത്തിന് കാരണമാക്കുന്ന, ഐശ്വര്യമായി വസിക്കുന്ന, അല്ലെ മാത്രമല്ല ഹല്ലേലൂയ, നമ്മുടെ മധ്യയില് വ്യാപരിക്കുന്ന ഒരനുഭവമായിരിക്കും ദൈവവചനം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. ഹോളിലായിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മക്കളെ വചനം വ്യാപരിക്കുമ്പോഴാണ് വിടുതല്. വചനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കണം. ഉൾനട്ട വചനം പ്രശ്നങ്ങളുടെ മധ്യയില് അത് നമ്മുടെ മധ്യയിൽ എഴുന്നേറ്റു വരുവാനിടയാകണം. ഒരു സ്തോത്രം പറഞ്ഞേ. അതായത് ഉൾനട്ട വചനം, അകത്താക്കി വെച്ചിരിക്കുന്ന വചനം. നമുക്കറിയാം, കാള, പശു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭക്ഷണം കഴിച്ചിട്ട് അത് പെട്ടെന്ന് അതെല്ലാം അങ്ങ് കഴിക്കും. എന്നാൽ വിശ്രമിക്കുമ്പോൾ അയവിട്ടുവെന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോയ എന്താണ് പുല്ലിന്റെ അല്ലെങ്കിൽ ആഹാരത്തിന്റെ ആ ഉരുളകള് വീണ്ടും അത് നാവിലേക്ക് കൊണ്ടുവന്ന് അത് ചവച്ചരച്ച് വീണ്ടും തിന്നുന്ന ഒരു അനുഭവമുള്ളതുപോലെ ദൈവ പൈതല് ഉൾനട്ടതായ വചനം അവനുള്ളപ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഉൾനട്ട വചനമാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുവാനിടയാകുന്നത്. ഒരുപക്ഷെ നമ്മുടെ അടുക്കൽ ആരും സഹായത്തിന് കാണത്തില്ല, ആലോചന തരുവാൻ കാണത്തില്ല, ഉപദേശം തരുവാൻ കാണത്തില്ല, പ്രാർത്ഥിപ്പാൻ ആരും കാണത്തില്ല.
എന്നാൽ ഹല്ലേലൂയ ഉൾനട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്ന പരിഹാരമായി നാം കർത്താവ് നമ്മിൽ അത് വ്യാപരിപ്പാനിടയാകും. ഹല്ലേലൂയ, സ്തോത്ര. വചനമാണ് നമ്മെ നടത്തുന്നത്, വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, വചനമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സൺഡേ സ്കൂളും ഒക്കെ ആളുടെ ബന്ധത്തിൽ പകൽക്കാലം അതിന്റെ ആനിവേഴ്സറിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കുന്ന വചനങ്ങളാണ്. ദൈവവചനം പറയുന്നുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് എന്ന് വെച്ചാൽ അവന്റെ ഉള്ളിൽ നട്ടതായ വചനം, ഉൾനട്ടതായ വചനം ബാലൻ നടക്കേണ്ടുന്ന സമയത്ത് അവന്റെ ഉള്ളില് നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ, മാതാപിതാക്കള് അതിനുള്ളതായ താല്പര്യം, ഉത്സാഹം കർശനമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് വലിയ വൃദ്ധനാകുമ്പോൾ അല്ലെങ്കിൽ വളർന്ന് യുവാവാകുമ്പോൾ കോളേജ് തലത്തിലേക്ക് മറ്റുള്ള അനുഭവത്തിലേക്ക് അവർ കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതലിനെ കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ടുന്ന വചനം അവരുടെ ചെറുപ്രായത്തിൽ അവരിൽ ഉൾനടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം നാം ശ്രദ്ധിക്കേണ്ട, ഉൾനട്ട വചനമുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ മധ്യേ, പാപത്തിന്റെ മധ്യേ നിൽക്കുമ്പോൾ യോസേഫിനെ പോലെ കർത്താവിന് വേണ്ടി മാറി നിൽക്കുവാൻ ആ വചനങ്ങൾ നമുക്കിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. പോകേണ്ടുന്ന വഴി നമ്മെ കാണിപ്പിക്കുന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ വചനം നമ്മൾ സ്വീകരിച്ചാൽ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുവാനിടയാകും. ഹല്ലേലൂയ. ഈ വചനത്തെ, കർത്താവിന്റെ വചനം പറയുന്നത്, ഇങ്ങനെ നമ്മിൽ വ്യാപരിച്ച് നമുക്ക് ആനന്ദം തരുന്ന അനുഭവമാക്കി വ്യാപരിക്കുന്ന വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 17:6 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 17:6 വേഗത്തിൽ വായിക്കാം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എന്ന് പറയുന്നത്. കർത്താവ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ച എല്ലാവരെയും, ആരെയും നഷ്ടപ്പെടുത്താതെ, ദൈവമേ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17 എന്ന് പറയുന്നത്. അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നതില് ശ്രദ്ധിക്കണമേ, അതിൽ പല കാര്യങ്ങൾ പറയുന്നതില് ഒരു കാര്യം, നീ നിന്റെ വചനം എനിക്ക് തന്നു, ഞാൻ ആ വചനം അവർ കൊടുത്തു. അവിടെ മുകളിൽ ആ വാക്യമുണ്ട്, ഞാൻ ആ വചനം അവർക്ക് കൊടുത്തു. ആ വചനം അവരെന്ത് ചെയ്തു? ചേർന്ന് പറയാം, അവർ ആ വചനം എന്ത് ചെയ്തു? പ്രമാണിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവം മൂന്നാമത് നമ്മെ കുറിച്ച്, ഒന്നാമത് വചനം സ്വീകരിക്കണം. രണ്ടാമത് ദൈവം ആഗ്രഹിക്കുന്നത് വചനം നമുക്ക് അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഹല്ലേലൂയ വിടുതലുമായി വ്യാപരിക്കണം. മാത്രമല്ല, നാം ഹല്ലേലൂയ പഠിച്ച വചനം നമ്മൾ പ്രമാണിപ്പാനിടയാകണം. പ്രാക്ടിക്കൽ സൈഡില് ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ വചനം മാറ്റിവെച്ചിട്ട് നാം ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ, നേരത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, നാം എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കാരണം ദൈവം നമ്മെ ചെറിയ നാൾ മുതൽ അനേക വചനങ്ങൾ തന്ന് നമ്മെ ആ വചനത്തില് പഠിപ്പിച്ച് അതിന്റെ സന്തോഷം അനുഭവിച്ച് നടത്തുന്ന ആ ദൈവത്തിന്റെ സന്നിധിയില് ദൈവം വചനം തന്നത് അത് പ്രമാണിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ പരിശോധനകളും ഹല്ലേലൂയ വിഷയങ്ങളും വരുമ്പോൾ ഹല്ലേലൂയ ഈ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ആ വചനം നമ്മൾ പ്രമാണിപ്പാനിടയാകണം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ നിന്റെ വചനം എന്ത് ചെയ്തിരിക്കുന്നു? പ്രമാണിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ആരും വചനം പ്രമാണിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യുക. പലപ്പോഴും ആ വിഷയത്തില് കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്.
നമ്മൾ സൺഡേ സ്കൂളിനാണേലും വിവിധ വചനങ്ങളിലൂടെ നമ്മൾ ഏറ്റെടുത്ത വചനങ്ങള്, കേട്ട വചനങ്ങള് പിന്നത്തേതിൽ മറന്നുപോയി വചനം അനുസരിക്കാതെ പോകുന്ന അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതകളുണ്ട്. ദൈവം തന്ന വചനത്തിൽ നിന്ന് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ വ്യതിചലിച്ചു പോയി സ്വന്തം താല്പര്യത്തിന് വേണ്ടി വചനത്തെ നമ്മൾ വളച്ചൊടിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന്. പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളൊക്കെ, സോഷ്യൽ മീഡിയാസ് ഇത്രയും വളർന്നിരിക്കുന്ന കാലഘട്ടത്തില് ആദ്യ കാലങ്ങളിൽ ഭക്തന്മാർ പഠിപ്പിച്ച പല വചനങ്ങളും ഇന്ന് തിരിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ഈ സഭ അല്ലെങ്കിൽ അനേക വേർപെട്ട സഭകള് ഹല്ലേലൂയ ആ വചനത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പാഠങ്ങള് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ആ വചനത്തില് നമ്മൾ ആ വചനം പ്രമാണിക്കുന്നവരായി നിൽക്കണം, വചനം സ്വീകരിക്കണം, വചനം അനുഭവമാക്കി അതിൽ സന്തോഷിക്കണം. മാത്രമല്ല ജീവിതത്തിൽ പ്രശ്നങ്ങള്, ശോധനകൾ കടന്നു വരുമ്പോൾ മൂന്നാമത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വചനം നാം സൂക്ഷിക്കണം, അല്ലെങ്കിൽ പ്രമാണിക്കണം. നാലാമത് ദൈവം, ഞാൻ വേഗത്തില് ചില വചനങ്ങൾ കൂടെ പറയട്ടെ. നാലാമത് ദൈവം ഫിലിപ്പി ലേഖനം 2:15 ഒന്ന് വായിച്ചു. അവിടെയും അതേ വചനമാണ് പറയുന്നത്. ഫിലിപ്പിയർ 2:15. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചു. അവിടെയും പറയുന്നത് അവരുടെ നടുവിൽ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവമക്കളെ, നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലാണ്. ഒരു കൂട്ടം നമുക്ക് അനുകൂലമല്ലാത്ത അനുഭവങ്ങൾ തരുന്ന ജനത്തിന്റെ മധ്യയിലാണ് തന്റെ ജനമായിരിക്കുന്നത്. അവരുടെ മധ്യയിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ നാം അവരുടെ മധ്യയിൽ വെളിച്ചമായിരിക്കണം, ഉപ്പായിരിക്കണം. മാത്രമല്ല ജീവന്റെ വചനം എന്ത് ചെയ്തു? അവിടെ നാം വായിച്ചത്, നിന്റെ ജീവന്റെ ഞങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന ജീവന്റെ വചനം. ഈ വചനത്തിന്റെ പ്രത്യേകത, അനേക പേരുകള് വചനത്തെ കുറിച്ചുണ്ട്. അതിലൊരു പേരാണ് ഈ വചനം. എന്താണ്? ചേർന്ന് പറഞ്ഞ എന്താണ് എന്ന് വെച്ചാൽ നിത്യജീവൻ ഇതിനകത്തുണ്ട്. ഒരിക്കലായി ദൈവം ഇത് പകർന്നുവെങ്കിൽ ആ വചനം ഉൾക്കൊള്ളുന്നവരുടെ ജീവിതത്തിൽ ആ വചനം ദൈവമാണ്. നമുക്കറിയാം വചനം ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ജഡരൂപമായിട്ട് കർത്താവായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. ആ വചനമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ആ നമ്മുടെ ഉള്ളില് ആ വചനം വസിക്കുന്നിടത്തോളം ഇത് നിത്യജീവന്റെ വചനമാണ്. വചനമുള്ളത്തിലുണ്ടെങ്കിൽ അന്ത്യനാൾ വരെ ദൈവം നമ്മെ എത്തിക്കും. നിത്യതയോളം നമ്മെ കൊണ്ടുവന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, വചനം നമ്മൾ ഏറ്റെടുക്കണം, വചനം നമ്മൾ പ്രമാണിക്കണം, വചനത്തിൽ നമ്മൾ സന്തോഷിക്കണം. വചനം നമ്മൾ ഈ വചനത്തിന്റെ യഥാർത്ഥ ഇംഗ്ലീഷിൽ പറയുന്നത് as you hold out the word of God എന്ന. ഹല്ലേലൂയ. വചനം നിങ്ങൾ മുറുകെ പിടിക്കുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവ വചനത്തോട് വലിയൊരു താല്പര്യം. ഒന്നുകൂടെ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുൻപിൽ നമുക്ക് വരട്ടെ. വചനം ക്രിയ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോവുകയില്ല. കേൾക്കുന്ന വചനങ്ങള് അത് പ്രത്യേക അനുഭവത്തില് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചില്ലെങ്കിൽ അത് നമുക്ക് വിടുതലായി തീരുകയില്ല. നമ്മൾ ഇറങ്ങി തിരിച്ച് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ട വചനം അവർക്ക് ഉപകാരമായിട്ട് എന്ത് ചെയ്തില്ല, വന്നില്ല. അതുകൊണ്ട് അവര് മരുഭൂമിയിൽ പട്ടുപോയെന്ന്. അല്പസമയം എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും ഈ വചനത്തിന് മുൻപിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. മാത്രമല്ല ഒരു വചനം കൂടെ വായിച്ച് ഞാൻ ഇരിക്കട്ടെ. ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം? 2 കൊരിന്ത്യർ 3:3 കൂടെ ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 3:3 ഒന്ന് വായിച്ചു. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൽ പാത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മക്ഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല. 2 കൊരിന്ത്യർ 3:3 ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ
ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ എന്തായി വെളിപ്പെടണം? ക്രിസ്തുവിൽ പത്രമായി വെളിപ്പെടണം. ഹല്ലേലൂയ. അവിടെ മുൻപിൻ താഴെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം ഈ വചനം നമ്മെ ക്രിസ്തുവിൽ നമ്മെ പത്രങ്ങളാക്കി മാറ്റുവാനിടയാകും. ഹല്ലേലൂയ. വിശ്വസ്തയോടെ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് നാം ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ മധ്യേ ദൈവം നമ്മെ പത്രങ്ങളാക്കി തീർക്കുമെന്നാണ് ആ വചനം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ നമ്മെ വായിക്കുന്നു, ഹല്ലേലൂയ, വായിക്കുന്ന ഒരു അനുഭവമായിട്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പത്രങ്ങളായി നിലനിൽക്കുവാൻ ഈ ജീവന്റെ വചനം നമ്മെ ഒരുക്കുവാനിടയാകുന്നു. നമ്മുടെ തലകളെ വണക്കാം ഒരു നിമിഷം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിച്ചത് ജീവന്റെ വചനം നമ്മൾ സ്വീകരിക്കണം. രണ്ടാമത് ദൈവം നമ്മെ ഓർമ്മിപ്പിച്ചത് ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. മൂന്നാമത് ഓർമ്മിപ്പിച്ചു ദൈവവചനം നാം സൂക്ഷിക്കണം. നാലാമത് ഓർമ്മിപ്പിച്ചു ഇത് നാം മുറുകെ പിടിക്കണം. മാത്രമല്ല ജീവിതത്തിൽ ഹല്ലേലൂയ അത് നാം പ്രായോഗികമാക്കി തീർക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം പറയാം. കർത്താവേ, ഈ നാളുകളിൽ വചനം ഞങ്ങളെ ശക്തമായിട്ടൊന്ന് ഞങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ട് അത് ഞങ്ങളെ വീണ്ടും ഒന്ന് ഒരുക്കി അങ്ങയുടെ നാമത്തിന് ഹല്ലേലൂയ പ്രയോജനമുള്ളവരായി ക്രിസ്തുവിന്റെ പത്രങ്ങളാക്കി ഞങ്ങളെ ഒന്ന് തീർക്കണമേ എന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. അല്പസമയം എല്ലാവരും ഈ വചനത്തിന് മുൻപിൽ തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ട് വചനം ഭക്ഷിപ്പാൻ യെഹെസ്കേൽ അത് ഭക്ഷിച്ചു, യെരമ്യാവ് അത് ഭക്ഷിച്ചു. ഭക്ഷിച്ചവരെ എല്ലാം ദൈവം ശക്തമായി മാറ്റുവാനിടയായെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വചനമാണ് ബാല്യം മുതൽ ഇന്ന് വരെയും നമ്മെ കൊണ്ടുവന്നത്. ആ വചനം ഭക്ഷിച്ച് അതിന്റെ അനുഭവസ്ഥരായി തീരുവാൻ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ജീവനുള്ളവരായി അല്ലെ ജീവന്റെ പത്രങ്ങളായിട്ട് മറ്റുള്ളവരുടെ മധ്യേ വെളിപ്പെടുവാൻ അത് നമ്മെ രൂപാന്തരപ്പെടുത്തും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ആ വചനത്തിന്റെ ഹല്ലേലൂയ വചനത്തിന്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനത്തിനായി നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. പുറകിൽ ആ നോട്ടീസ് ബോർഡിൽ കൺവെൻഷന് നൽകിയതായ സാമ്പത്തികമായ ആ കളക്ഷൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ജൽ കൺവെൻഷൻ നൽകിയ സാമ്പത്തികമായ നന്മകളുടെ എല്ലാ ലിസ്റ്റും പുറകിൽ രണ്ട് സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിശേഷിച്ച് ഓർപ്പിക്കുന്ന. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കിയാട്ട് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി കർത്താവിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി മാതൃകയുള്ള ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമ്മെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സൃഷ്ടിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. തുടർന്ന് നടക്കുന്ന മീറ്റിംഗ് എല്ലാം വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ നാം എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രവീൺ ജോസഫുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ടീം കൊച്ചി പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്ത് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദിവാസമായി സ്നേഹിക്കുന്ന സുഖിതാൻ ദൈവമേ, നല്ല പ്രഭാതത്തിനായിട്ട് വീണ്ടും നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം കർത്തൃപാദത്തിലായിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് ബലപ്പെടുവാനൊക്കെ ആയിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ദൈവമേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുക മാത്രമല്ല അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാനായിട്ട് ഹല്ലേലൂയ ആ ജീവൻ്റെ വചനം പ്രമാണിപ്പാനായിട്ട് അത് ഞങ്ങൾ ഐശ്വര്യമായിട്ട് വ്യാപരിപ്പാനൊക്കെ ആയിട്ട് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിപ്പാനായിട്ട് ഞങ്ങളുടെ രണ്ട് ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് ഞങ്ങളെല്ലാവരെയും എത്രത്തോളം അനുഗ്രഹിക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കേണ്ട ദൈവമേ പത്രിക സംഘടനകളുടെ ആനിവേഴ്സറി ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണേ. പ്രത്യേകിച്ച് ഈ ആഴ്ചക്കാലം കർത്താവ് ഞങ്ങളുടെ ജീവത്സമായി വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനം
ആശുശ്രൂഷ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും എല്ലാ ദൈവമക്കളോടും തുടർന്ന് നടക്കുന്ന സംയുക്ത ആനിവേഴ്സറിയോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണം.